ബിജെപിയുടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു മുറിയുണ്ടോ? എല്ലാ സൗകര്യങ്ങളുമുള്ള മുറിയുണ്ട്, അതാണ് സത്യം. അങ്ങനെ ഒരു മുറിയുണ്ടെന്ന പ്രചാരണം സത്യമല്ലെന്നാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കാരണം കേരളത്തിൽ ബിജെപി മുഖ്യമന്ത്രി ഉണ്ടാകുന്ന കാലം വന്നാൽ എന്താണ് സൗകര്യമെന്ന്. കേരള ബിജെപിയുടെ സംസ്ഥാന കാര്യാലയം KG മാരാർ ഭവൻ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിൽ ഏറ്റവും വലുത് ഏത് പാർട്ടിയുടേതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്, ബിജെപിയുടേതാണ്. ഈ ഓഫീസ് ഹൈടെക് ആണ്. ഓഫീസിന്റെ മുന്നിലെത്തുമ്പോൾ തന്നെ LED വാളിൽ ബിജെപിയുടെ പതാക, താമര ചിഹ്നമുള്ള പതാക പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 2017 ജൂൺ 6 അമിത്ഷായാണ് ഈ സ്ഥലത്ത് ഈ കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. 8 വർഷത്തിന് ശേഷം 2024 ഫെബ്രുവരി മാസത്തിൽ ഈ കെട്ടിടത്തിന്റെ പാലുകാച്ച് കർമ്മം നടന്നു. ബിജെപി ആസ്ഥാനം ആകെ 7 നിലയാണ്. 2 നില താഴേക്കാണ്, ബേസ്മെന്റിൽ പാർക്കിംഗ് ആണ്, മുകളിലേക്കാണ് 5 നില. മുൻവശത്ത് റിസപ്ഷൻ കടന്ന് നമ്മൾ അകത്തേക്ക് എത്തിയാൽ ആസ്ഥാന മന്ദിരത്തിൽ ഒരു നടുത്തളമുണ്ട്. നടുത്തളത്തിൽ KG മാരാരുടെ അർത്ഥകായ വെങ്കല പ്രതിമയാണുള്ളത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഈ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ബിജെപിയുടെ പുതിയ നേതൃത്വത്തിന്റെ മുദ്രാവാക്യം വികസിത കേരളമാണ്. അപ്പോൾ പുതിയ ആസ്ഥാനത്തിൽ എവിടെ തിരിഞ്ഞാലും വികസിത കേരള മുദ്രാവാക്യം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ തന്നെയാണ് പത്രസമ്മേളനങ്ങൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിന്റെ ഹാൾ ഇതാണ്, പ്രസ് കോൺഫറൻസ് ഹാള്. ഈ പടവുകൾ കയറി പോകുന്ന ഓരോ പ്രവർത്തകരും അവർ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങൾ മുതിർന്ന നേതാക്കളുടേത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടേത് ഇത് KG മാരാരുടെ സന്ദേശമാണ്. ഇതാണ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം. ഇതാണ് പ്രസിഡന്റിന്റെ മുറി. ഇതിനുള്ളിലാണ് പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന മുറി. BJP കേരള ഘടകം രൂപീകരിച്ച ശേഷമുള്ള എല്ലാ പ്രസിഡന്റുമാരുടെയും പേരുകൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. O രാജഗോപാൽ മുതൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരെയുള്ളവർ. സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന അതേ നിലയിൽ തന്നെയാണ് വിശാലമായ ഒരു കോൺഫറൻസ് ഹാളുണ്ട്. ഒരുപാട് ഭാരവാഹികളെ ഒരുമിച്ച് അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ഒരു ഹൈടെക് കോൺഫറൻസ് ഹാൾ എന്ന് തന്നെ പറയാം. സംസ്ഥാന ഭാരവാഹികളുടെ യോഗമൊക്കെ ചേരാൻ കഴിയുന്ന കോൺഫറൻസ് ഹാൾ നമ്മൾ കണ്ടല്ലോ. അതിന് മുകളിലത്തെ നിലയിലാണ് കോർ കമ്മിറ്റി യോഗമൊക്കെ നടക്കുന്ന കോൺഫറൻസ് ഹാൾ ഉള്ളത്. മാത്രമല്ല കോർ കമ്മിറ്റി യോഗത്തിൽ മറ്റ് നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത നേതാക്കളെല്ലാം ഓൺലൈനായും അതുപോലെ തന്നെ ദേശീയ നേതാക്കൾക്കടക്കം ഓൺലൈനിലായി കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗമൊക്കെ നടക്കാൻ കഴിയുന്ന ഈ ഹാള് സജ്ജീകരിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ നിലയിൽ തന്നെയാണ് BJP ഭാരവാഹികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരായ ജനറൽ സെക്രട്ടറിമാരുടെ ഓഫീസുള്ളത്. ജനറൽ സെക്രട്ടറിമാർ 4 പേരാണ്. ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളുടെ പൊതുവായുള്ളൊരു ഓഫീസുണ്ട്. ജനറൽ സെക്രട്ടറിമാരുടെ ഓഫീസിനോട് ചേർന്ന് തന്നെയാണ് മോർച്ച ഭാരവാഹികളുടെ ഓഫീസ്. ഇത് യുവമോർച്ച, പട്ടികജാതി മോർച്ച, അങ്ങനെ മോർച്ചകളുടെ എല്ലാം ഓഫീസ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. ഇത് ഡോർമെട്രി സംവിധാനമാണ്. ഇവിടെ BJP ഓഫീസിൽ പല ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് താമസിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് ഈ ഡോർമെട്രി സംവിധാനം. BJPയുടെ ഈ സംസ്ഥാന കാര്യാലയത്തിന് 2017 തറക്കല്ലിട്ടപ്പോൾ പറഞ്ഞു കേട്ട ഒരു പ്രചാരണമുണ്ട്. ഈ ഓഫീസിൽ മുഖ്യമന്ത്രിക്ക് ഒരു മുറിയുണ്ടെന്ന്. അതിന്റെ വസ്തുത എന്താണെന്ന് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറയട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ആ മുറി കാണാം. അതിനു വേണ്ടി മാത്രം ഒരു മുറി അങ്ങനെയൊന്നുമില്ല. അതിലൊരു മുറി വേക്കൻറ്റ് ആയിട്ട് അതിനു വേണ്ടി കാത്തിരിക്കുക എന്ന് അങ്ങനെയല്ലല്ലോ. നാളെ അത്തരം ഒരാൾക്ക് താമസിക്കേണ്ടി വന്നാൽ താമസിക്കാം. നാളെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് താമസിക്കണമെങ്കിലും താമസിക്കാം. അപ്പൊ അത്രയും സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു ഓഫീസാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഞങ്ങളെന്ന് പറഞ്ഞത്. MT രമേശ് പറയുന്നത് പ്രകാരമാണെങ്കിൽ അങ്ങനെ ഒരു മുറി മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു മുറി ഒഴിച്ചിട്ടിട്ടില്ല എന്നാണ്. പക്ഷേ BJPയുടെ ഈ സംസ്ഥാന കാര്യാലയത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ വളരെ ആഡംബരത്തോടെ ഒരു മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആ മുറി. ഇതാണ് ഭാവി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് സംശയിച്ചാലും തെറ്റു പറയാനായില്ല. കാരണം ഈ മുറിയുടെ നമ്പർ നോക്കിയേ, 1. എപ്പോഴും മുഖ്യമന്ത്രിമാരുടെ നമ്പർ 1 ആയിരിക്കുമല്ലോ. VVIP റൂം, അതാണ് ഈ മുറി. ഈ മുറിയാണ് മുഖ്യമന്ത്രിയുടെ മുറി എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഇതാണ് കേരളത്തിലെ BJPയുടെ സംസ്ഥാന കാര്യാലയത്തിന്റെ വിശേഷങ്ങൾ. ഈ ഓഫീസ് ഇന്നു മുതൽ പൂർണ്ണ സജ്ജമാവുകയാണ്. ക്യാമറമാൻ അനൂപിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.